ലൂണാർസ് ടേക്ക് ഇറ്റ് ഈസിയുടെ ദുബായ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിൽ പങ്കെടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് അയച്ച ടീമിന്റെ അടുത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഹലോ ഡാർലിംഗ്, ഹാപ്പി ബർത്ത്ഡേ. അതെ ഞാൻ ദുബായിലാണ്. അതെ, ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ അമേരിക്കയിലോട്ടൊരു ഗിഫ്റ്റ് അയക്കുന്നുണ്ട്, ഒരു സർപ്രൈസ്. ഒരാഴ്ചയ്ക്ക് അങ്ങെത്തും, കപ്പലിലാണ് വരുന്നത്. ശരി എന്നാൽ ഓക്കെ, ബൈ ബൈ. സംഭവം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഷുവാര കാർഗോ എന്ന് പറയുന്നൊരു കാർഗോ കമ്പനിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വിക്ടിം ഇവിടെ എത്തിക്കഴിഞ്ഞ് അദ്ദേഹത്തിന് പരസ്യത്തിന് ഷൂട്ട് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവങ്ങളുമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിന് റെഡിയായി നിൽക്കുന്നത് ഇവിടെ ഫിറോസാണ്, ഫൈസലാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതെ, ഞങ്ങൾ ഈ പരസ്യ ചിത്രമാണ്. പിന്നെ പുള്ളിയെ സംബന്ധിച്ച് അൻസറിനെ കുറിച്ച് പറയുന്നത്, അൻസർ ഭയങ്കര കലാപ്രേമിയാണ്. മാത്രമല്ല കഴിവുള്ള കലാകാരനാണ്, നല്ല മിമിക്രിക്കാരനാണ്. ഞങ്ങളുടെ വെഞ്ഞാറമൂടിൻ്റെ പൊതു സ്വത്താണ്. സുരാജ് വെഞ്ഞാറമൂടിന് ശേഷം വെഞ്ഞാറമൂട്ടിൽ നിന്ന് വരാൻ തക്ക യോഗ്യത ഉള്ളൊരു കലാകാരനായിരുന്നു. പറ്റിപ്പോയെന്ന് വെച്ചാൽ ആശാൻ ഒരു 15 വയസ്സ് കഴിഞ്ഞപ്പോഴേ പാസ്പോർട്ടിനൊക്കെ കൊടുത്തിട്ട് 18 പാസ്പോർട്ട് കിട്ടിയിട്ട് ആശാനെ കയറ്റിങ് വിട്ടു. മിമിക്രി കളിച്ചടക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം മനസ്സിൽ കിടന്ന് തികട്ടുന്ന ആളാണ്. അത് മാത്രമല്ല, ഇപ്പോൾ മഴവിൽ മനോരമയിലൂടെ പുള്ളിയുടെ ഒരു പ്രകടനമൊക്കെ ഇന്നിപ്പോൾ നമ്മളിവിടെ അഭിനയിപ്പിക്കാൻ പോകണല്ലോ. അപ്പോൾ ആ പ്രകടനമൊക്കെ ആൾക്കാർ കണ്ടാൽ അദ്ദേഹത്തിന് കിട്ടുന്നൊരു നല്ല സംഭവം കൂടിയാണ്. നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന അൻസറും നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയമുണ്ട്? ഏകദേശം 15 വർഷത്തെ. ഇവർ തമ്മിൽ 15 വർഷത്തെ സൗഹൃദമുണ്ട്. പറഞ്ഞു വരുമ്പോൾ എൻ്റെ അനിയനായിട്ടൊക്കെ വരും. കുടുംബത്തിനകത്തുള്ളൊരു പണിയാണിത്. അതെ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അൻസറിനെ ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്യിക്കാൻ പോവുകയാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. റോഷൻ ഭായി, നമ്മുടെ ക്യാമറ. അൻസർ, ഇതാണ് അൻസർ, നമ്മുടെ അനിയനാണ്. മഷൂദാണ് ഇതിൻ്റെ പിന്നെ ഇൻചാർജ്. പുള്ളിയാണ് നമുക്ക് ഈ കൊട്ടേഷൻ തരുന്നത്. അതായത് പിന്നെ ആശാനാണ് ഇതിൻ്റെ ഓവർലുക്കിംഗ് ഫുള്ള്. ഞാൻ റെഡിയാട്ടോ, ക്യാമറ റെഡിയല്ലേ? പിന്നെ വടമത്തെ പ്രോഡക്റ്റിൻ്റെ പേര് ഷുവാര കാർഗോ. ആ, അത് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്തോ ഒരു പ്രത്യേകത. ഷുവാര. സുവാര എന്ന് പറഞ്ഞിട്ട് സുവാര കാർഗോ എന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര്. പിന്നെ ഫസ്റ്റ് സീനിൽ ഇത്രയുള്ള ഡയലോഗ്, കാണാതെ പഠിക്കലൊന്നും വേണ്ട, അപ്പം പറഞ്ഞുതരാം. നിന്റെ കയ്യിലൊരു ഫോണുണ്ട്, നീ അവിടെ നിന്ന് ഇറങ്ങി വന്ന് സംസാരിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിന്ന് സംസാരിക്കണം. പറയേണ്ടത് ഹായ് ഡിയർ, ഹൗ ആർ യു. പിന്നെ അതെ ഞാൻ ദുബായിലുണ്ട്. എനിവേ ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക് അത് എടുത്ത് പറയണം. അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക് പിന്നെ ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട് ഷുവാര കാർഗോസിലൂടെ. ഷുവാര നീ ഒന്ന് പറഞ്ഞപ്പോ. ഹായ് ഡിയർ, ഹൗ ആർ യു. അതെ ഞാൻ ദുബായിലുണ്ട്. Anyway, happy birthday for you. To you. Happy birthday to you. അങ്ങനെ. അമേരിക്കയിലുള്ള നിനക്ക് ഞാനൊരു അങ്ങ് അമേരിക്കയിലുള്ള പ്രതാപവർമ്മ. അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട്. ഷുവാര കാർഗോയിലൂടെ. കാർഗോയിലൂടെ കേറിക്കോ.
സാധാരണ നടന്നു വരുമ്പം ചെയ്യാറുള്ളത് പോലെ ഇങ്ങനെ വന്നിട്ട് മറ്റേ ഫോൺ എടുത്തിട്ട് ഹലോ ഹായ് ഡിയർ അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞിട്ട് ഇറങ്ങിക്കോ. ആ അതായത് അവിടെ നീ മണി അടിച്ചാൽ മതി, എന്നിട്ട് സംസാരിക്കുന്ന ഇവിടെ വന്ന് സംസാരിച്ചോ. ആ ശരി, റെഡി? ആ ഒരു കാര്യം ചെയ്യും, നീ ഫോൺ ഡയൽ ചെയ്ത് വാ. ആ ബാബാ, റെഡി 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 ആക്ഷൻ. ഹായ് ഡിയർ റിംഗ് ചെയ്തോ. ആ ഹായ് ഡിയർ, ഹൗ ആർ യു? How are you? അതെ ഞാൻ ദുബൈയിലുണ്ട്. അതെ ഞാൻ ദുബായിലുണ്ട്. എനിവേ ഹാപ്പി ബർത്ത്ഡേ. Anyway, happy birthday for you. ഫോറല്ല, ഹാപ്പി ബർത്ത്ഡേ ടു യു. Anyway, happy birthday. എടാ ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞ എന്തുവാടേ? ഹാപ്പി ബർത്ത്ഡേ ടു യു പറയാൻ പറ്റില്ല. Happy birthday to you. ആ ഹാപ്പി ബർത്ത്ഡേ. ഒന്നുകൂടെ വരട്ടെ. ആ ഒന്നുകൂടെ വാ. മണി അടിച്ചിട്ട് തൊഴുതില്ല നീ? റെഡി ആക്ഷൻ. റിംഗ് ചെയ്തു, ഫോൺ ചെവിയിൽ വെച്ചു. ഹായ് ഡിയർ, ഹൗ ആർ യു? Hi dear, how are you? അതെ ഞാൻ ദുബായിലുണ്ട്. അതെ ഞാൻ ദുബായിലുണ്ട്. എനിവേ ഹാപ്പി ബർത്ത്ഡേ ടു യു. Anyway, happy birthday for 4 അല്ല 5. ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞേ. happy birthday. അല്ല നമുക്കൊരു കാര്യം, അത് കട്ട് ചെയ്തെടുക്കാം. സന്തോഷ് ഭായി അത് എഡിറ്റ് ചെയ്തൂടെ, കട്ട് ചെയ്തെടുത്തൂടെ? ആണോ? ആ നമ്മൾ നടന്നോ. Happy birthday to you. അത് പെട്ടെന്ന് പറയരുത്. നാട്ടു കുരുങ്ങളാ. ആ നീ ഒരു കാര്യം ചെയ്യും. ആദ്യമായിട്ടുള്ള ടെൻഷനാണ്. ഒന്നുമല്ല ഇതിലെ വിഷയം എന്ന് വെച്ചാൽ നീ എടാ ഈസി അവിടെ ചുമ്മാ ഇവിടെ വന്ന് ചുമ്മാ അടിച്ച് ചുമ്മാ തൊഴുത് ചുമ്മാ ചാടി ഇറങ്ങി ചുമ്മാ കൈയൊക്കെ വീശി വന്നു, എന്നിട്ട് ഫോൺ എടുത്തു ഇങ്ങനെ അങ്ങ് അത് തന്നെ. റെഡി പോവാ? റെഡി റോഷൻ ഭായി? റെഡി റെഡി ആക്ഷൻ. ഫോൺ എടുത്തു, റിംഗ് ചെയ്തു. ഹായ് ഡിയർ, ഹൗ ആർ യു? Hi dear, how are you? അതെ ഞാൻ ദുബായിലുണ്ട്. അതെ ഞാൻ ദുബായിലുണ്ട്. എനിവേ ഹാപ്പി ബർത്ത്ഡേ ടു യു. Anyway, happy birthday to you. അത് ഉച്ച പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Anyway, happy birthday to you. ആ അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക്. അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക്. അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക്. അമേരിക്ക നീളട്ടെ. അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക്. അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക്. രീ അല്ല നീളണ്ട, അമേരിക്കയില്. അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക്. ആ ഞാനൊരു സമ്മാനമായിട്ട് ഒരു സർപ്രൈസ് തരുന്നുണ്ട്. കാർഗോയിലൂടെ അതാണോ സാധനം? അതാണ് സാധനം. അതുപോലെ എടുക്കാം അല്ലേ? അതുപോലെ എടുക്കാം. അമേരിക്കയിലുള്ള ഇവിടെ നമ്മൾ മറ്റേ അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക് എന്നിട്ട് അതിന്റെ പുറകെ തന്നെ പറഞ്ഞു ഒരു സർപ്രൈസ് തരുന്നുണ്ട്. എഫക്റ്റ് നമുക്ക് അങ്ങനെ ഇടാം. അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് അടുത്തതിന്റെ ക്ലോസ് ആണ്. ഇവിടെ നിൽക്കുന്ന നീ സുവാര കാർഗോയിലൂടെ. വിജയ് ഫ്രെയിമാണ്. റെഡി റെഡി റോഷൻ ഭായി പോവാ. അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട് സുവാര കാർഗോയിലൂടെ. പക്ഷെ അവസാനം ഇവൻ പറഞ്ഞ പോലെ തന്നെ കോമഡി വരാനുള്ള സാധ്യത ഉണ്ടല്ലേ? നല്ല സീരിയസ് ആയിട്ട്. സീരിയസ് ആയിട്ട് എടുത്തു. ആ പ്രൊഫൈൽ എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ നേരെ അല്ലേ പറഞ്ഞു, ഇനി നീ പ്രൊഫൈൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഫേസ് കിട്ടണം. റെഡി റെഡി പോ. ആക്ഷൻ. അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട് സുവാര. ഇനി സുവാര കാർഗോയിലൂടെ. അത് ഞാൻ ഈ ഫോൺ മാറ്റിയിട്ട് പറഞ്ഞു. നീ ഇനി ഓഡിയൻസിനോടാണ് പറയുന്നത്, ക്യാമറയിലാണ് പറയുന്നത്. ആ നമ്മുടെ സുവാര കാർഗോയിൽ. പിന്നെ അല്ല കയ്യിൽ നിന്ന് സാധനം വന്നിട്ട് നമ്മുടെ നീ അവിടെ നിന്ന് അനങ്ങരുതേ. നമ്മുടെ സുവാര കാർഗോയിലൂടെ. നമ്മുടെ സുവാര കാർഗോയിലൂടെ. സുവാര പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയോ? ആ സീൻ ടു സീൻ ടൂലോട്ട് പോലെ നമ്മളിപ്പോൾ ഏതൊക്കെ എടുത്തത്? കളി എടുത്തത് വെട്ടിപ്പോയി. ഈ 10 നീ ഇങ്ങോട്ട് ഈ 10 മിനിറ്റിന് വേണ്ടിയിട്ടാണ് ഇവൻ അബുദാബിയിൽ നിന്ന് വന്നത്. അല്ലല്ല എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഇവൻ വന്ന പണി നടക്കും. പണിയാണല്ലോ നടക്കണ്ടേ. സീൻ ടു സന്തോഷ നമുക്ക് ആ മറ്റേ ഇത് ബോക്സ് എടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ തീരുമാനം അനുസരിച്ച് പിന്നെ ഇതുവരെ ഉള്ളൂ, ബാക്കി മഷൂദാണ്. റെഡിയാണ്? എടാ സംഭവം വേറെ ഒന്നുമില്ല. നീ ഈ പറഞ്ഞ സർപ്രൈസ്, നീ കൊടുക്കാമെന്ന് പറഞ്ഞ സർപ്രൈസ് നീയാണ്. മനസ്സിലേ? പിന്നെ നീയാണ് സർപ്രൈസ്. നീയാണ് സർപ്രൈസ് എലമെന്റ് എന്ന് പറഞ്ഞ നീയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സർപ്രൈസ് നീ കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന സർപ്രൈസ് എലമെന്റ്
നീയാണ്. Okay. ഈ സാധനം നീ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ട് അതും കൂടെ വെച്ചിട്ട് നിന്നെ മാസ്ക് ചെയ്യും. ഓക്കെ, അവിടെ കട്ടാണ്. ക്യാമറ കട്ടാണ്. ആ, അവിടെ ക്യാമറ കട്ടല്ല, അവിടെ പിന്നെ മഷൂദ് കട്ട് പറയും. ഓക്കെ, ആ അല്ല, ആ ഫസ്റ്റ് കട്ടൻ തീരുക. അപ്പം നീ ഇതിനകത്ത് കയറിക്കോ. അല്ല, നിന്റെ സൈസ് പൊക്കത്തിന് അത് വരുമോ? അത് വരും, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, ഞാൻ താന്നോളാം, നോ പ്രോബ്ലം. വിഷയമില്ല, വിഷയമില്ല. അല്ലല്ല, മുട്ട് കുത്തി അത് കീറി പോകൂടാ. ഇല്ല ഇല്ല ഇല്ല, വെച്ചേ. അല്ല, നീ മൂന്ന് നിന്നേടാ മോനെ, നീ എഴുന്നേറ്റ് നിന്നേ. അൻസർ എഴുന്നേറ്റ് നിന്നേടാ. ഞാൻ എണീറ്റ് തന്നെ നിൽക്കണം. എടാ നീ കൈപൊക്കിയടാ കുത്തേ. ആ ആ ആ ആ എടാ ഷുവാര കാർഗോസ് എന്ന് എഴുതിയ ഇത് കൊണ്ടുവാ. എടാ ആ ഷുവാര കാർഗോസ് എന്ന് എഴുതിയ കൊണ്ടുവാ. സ്റ്റിക്കർ കൊണ്ടുവാ. നമുക്ക് അനങ്ങാൻ നിൽക്കണടാ, സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് മറ്റേ ഷുവാര കാർഗോസ്. സ്റ്റിക്കർ എടാ അനങ്ങാൻ നിൽക്ക്. ഇല്ല 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 ഇല്ല, നിനക്ക് എയർ ഉണ്ടല്ലോ. ആ ഇവിടെ ഒട്ടിച്ചോ, ഇവിടെ ഒട്ടിച്ചോ. നീ കൈയൊന്ന് പൊക്കിയാടാ ഒത്തേ. ആ ആ താത്ത് വെച്ചു. ഈ സാധനം വെച്ചോ, ഇത് വെച്ചോ. ഇത് നീ കയ്യിൽ ഇങ്ങനെ പൊക്കി വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വയ്ക്കും. ആ ഇതും രണ്ടും കൂടെ ഒരു കയ്യിൽ നിൽക്കൂടെ. ഇതേ സാധനങ്ങൾ തന്നെയാണോടെ ഇവിടെ ബ്രാൻഡ് വന്നേക്കുന്ന ഈ സാധനത്തിൽ സെയിം തന്നെയാണ്. കമ്പനി ലോഗോ മാറ്റം വേണ്ട, ബാക്കിലുണ്ട്. ഇത് പക്കേ, ഇത് പക്കേ. റെഡി റെഡി റോഷൻ ഭായ് റെഡി. സംഭവം കഴിഞ്ഞില്ലേ? ആ അടുത്തെന്താ? എടാ അത് പൊക്കി വെച്ചോ, പൊക്കി വെച്ചോ. അൻസറെ പൊക്കി വെച്ചോ. ഈടാ കണ്ടിന്യൂറ്റി കളയല്ലേടാ മൊത്തം. ആ ആ ആ ഇച്ചിരി കൂടെ പോകട്ടെ, ഇഞ്ചി കൂടെ പോകട്ടെ, പാല് പോകട്ടെ. ആ അല്ലല്ല, ലോഗോ കാണാൻ വയ്യ, ലോഗോ കാണാൻ വയ്യ. ആ ആ ആ ഇനി അടുത്തെന്താ? അല്ല, അപ്പോൾ ഇനി ഇത് സംഭവം ഷിപ്പിങ്ങിൻ്റെ അവർ വന്നിട്ട് ലോഡ് ചെയ്തോളൂ. ലോഡ് ചെയ്യും അവർ. ആര്? അല്ല, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ കാർഗോ നമ്മൾ ലോഡ് ചെയ്യുന്നു, എന്നിട്ട് കണ്ടെയ്നറിൽ ലോഡ് ചെയ്യുന്നു, ദെൻ ഷിപ്പിംഗ്. അപ്പോൾ അത് നമ്മൾ ത്രൂ ഔട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അല്ല, ഇത് പോകുന്ന നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വിഷയമില്ല. അൻസറോ? പുള്ളി ഇതിൻ്റെ ഒരു എൻഡിൽ ഞാൻ പറയട്ടെ, അവിടെ ഇറങ്ങി വരുന്ന ഒരു സാധനം. അല്ലല്ല, സീൻ 1 അൻസർ ഇറങ്ങി വന്നു. സീൻ 1 അൻസർ ഇറങ്ങി വന്നു. സീൻ 2 എന്തായി? അൻസർ ഇതിനകത്ത് കയറി. അടുത്ത എന്തെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ സാധനം നമ്മളിനി ടെമ്പോയിൽ ലോഡ് ചെയ്യും. ലോഡ് ചെയ്തിട്ട് കണ്ടെയ്നറിൽ കൊണ്ട് ലോഡ് ചെയ്യും. അവിടുന്ന് അതെടുത്ത് ക്രെയിൻ എടുത്ത് അത് ഷിപ്പിൽ വെച്ച ശേഷം ഒരു 7 days നമ്മളത് ത്രൂ ഔട്ട് റണ്ണിങ്. സാറേ അത് തന്നെ ഈ സാധനം നിങ്ങൾ പിന്നെ ഷൂട്ട് ചെയ്യും, അതിൽ വിഷയമില്ല. എൻ്റെ ചോദ്യം, ഞാൻ വിളിച്ചുകൊണ്ട് വന്ന പിന്നെ ഇതിനകത്തെ ആർട്ടിസ്റ്റ് എന്താ ചെയ്യേണ്ടതാ? ശരി, നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലാകണം ചെയ്യാറങ്ങി. അല്ല അങ്ങനല്ല, അറിഞ്ഞൂടാത്ത കാര്യം. ഫൈസലേ നമുക്ക് അയച്ചു തന്ന സ്ക്രിപ്റ്റ്. മഷൂദേ നമുക്ക് തന്ന സ്ക്രിപ്റ്റ് എന്ത് ചെയ്യേ? നമുക്ക് ഇങ്ങനെ സ്ക്രിപ്റ്റ് തന്നിട്ടില്ല. അല്ലല്ല, നിങ്ങൾ പറഞ്ഞ അങ്ങനെ പറഞ്ഞങ്ങനെ അങ്ങനല്ല, അതല്ലല്ലോ പറഞ്ഞു. ഹലോ 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 എന്തോന്നായത്? ഫൈസലിക്ക
എനിക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? ഹലോ പെട്ടല്ല അമ്മ, ഞാനും പറ്റില്ല. അയ്യോ ഇപ്പൊ ഇതെങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു? ഫിറോസിക്കാ ഇക്കോ, എന്തൊരു കാർ കൂടെ പരസ്യം. അതെ, ആ ബ്രെഡും പഴം കളയല്ലേ, ആ ബ്രെഡും പഴം കളയല്ലേ കേട്ടോ. അതെന്താ 4 ദിവസം കഴിക്കാനുള്ളോ? ഇതാരാ? അത് ശരി, ഞാനോടെ സംവിധായകൻ. ബാക്കിയുള്ളവരോ? അവരൊക്കെ മടങ്ങിപ്പോയവര്. തോന്നുന്നു പരിപാടിയാണ്. ഞാനാണ് ഈ അമേരിക്കയുടെ പാർട്ടി ചെയ്യാനുള്ള ആളെ. അപ്പൊ നിങ്ങൾ ഈ സാധനം കളയരുത്. ഈ ഫുഡ് ഒരു 4 days ആണ് ഷിപ്പിംഗ്. അപ്പൊ ഈ 4 ദിവസം ഈ ഫുഡ് കഴിച്ച് സർവൈവ് ചെയ്തോണം കേട്ടോ. ഇത് ഇടപാടായില്ല. ഹലോ, എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? എന്താ നിങ്ങൾ ഇത് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നത്? എന്റെ അമ്മോ, ഇത് പറഞ്ഞിട്ടല്ലേടാ കൊണ്ടുവന്നത് തന്നെ. ഞാൻ ചേട്ടാ എനിക്ക് എന്ത് പറ, നിങ്ങളോട് ഇത് പറഞ്ഞിരുന്നില്ലേ? ഇല്ല, ഫിറോസ് ചേട്ടാ എവിടെയാണ്? ആ പുള്ളി മടങ്ങിപ്പോയി. പുള്ളി നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റില്ല. അയ്യോ, അതെന്താ പരിപാടിയാ? നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളെ ഷിപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുള്ള കാര്യം? പാക്കേജ് ആയിട്ട് അത് മറ്റേ ഒരു മാസം മറ്റേ അടുത്ത പരിപാടിയല്ലേ? ആണോ? ആ, ഇതൊരു മാസത്തെ എന്തോ തന്നെ ചുമ്മാല്ല എനിക്കിന്റെ ഷവർമ വാങ്ങിച്ചു തന്നത്. പണിയാണെന്ന് ഞാനത് ആദ്യമേ ചോദിച്ചു. എങ്ങനെ ചെയ്തിട്ട് ഓക്കെ, അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു. അപ്പൊ എല്ലാരും കണ്ടല്ലേ? താങ്ക് യു വെരി മച്ച്. അബുദാബിന്ന് പണി വാങ്ങാനായിട്ട് 80,000 പെട്രോളും അടിച്ച് വന്ന എനിക്ക് കിട്ടും. പണിയായി പോയിട്ടാ. എന്തായാലും പെട്ട് താങ്ക് യു. വാടാമത്തെ വാ. പറയേണ്ടത് ഹൈ ഡിയർ, ഹൗ ആർ യു? ഹൈ ഡിയർ, ഹൗ ആർ യു? അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക്, അമേരിക്ക നീളട്ടെ, അങ്ങ് അമേരിക്കയിലുള്ള നിനക്ക്, രീ അല്ല നീളട്ടെ, അമേരിക്കയില്. അപ്പൊ ഈ ഫോണും പോകണം. ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട്. എങ്ങനെ വെച്ചിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. ഹാപ്പി ബർത്ത്ഡേ ഫോർ യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിവേ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞു എന്തുവാണ്? നല്ല സീരിയസ് ആയിട്ട്. സീരിയസ് ആയിട്ട്. ഓക്കേ. എനിവേ ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിവേ ഹാപ്പി ബർത്ത്ഡേ ഫോർ 4 അല്ല 5. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുക്കും. അരിയല്ല, അരിച്ചു പെറുക്കി. അല്ല, അരിയാവുമ്പോഴല്ലേ പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. സീൻ 2 പോലെ. അപ്പൊ നീ ഇതിനകത്ത് കയറിക്കോ. എടാ നീ കൈപൊക്കിയടാ ഉത്തേ. ഈ സാധനം വെച്ചോ, ഇത് വെച്ചോ. ഇത് നീ കയ്യിൽ ഇങ്ങനെ പൊക്കി വെച്ചിരുന്നാ മതി. ഇനി അടുത്തെന്താ? ഷിപ്പിങ്ങിന്റെ അവർ വന്നിട്ട് ലോഡ് ചെയ്തോളൂ. ലോഡ് ചെയ്യും. എന്റെ ചോദ്യം, ഞാൻ വിളിച്ചുകൊണ്ട് വന്ന ആർട്ടിസ്റ്റ് എന്താ ചെയ്യേണ്ടതാ? അറിഞ്ഞൂടാത്ത കാര്യം തന്നെ ചെയ്യാം. അങ്ങനെ പറഞ്ഞങ്ങനെ ഹലോ എന്തോന്നായത്? പൈസ ഹലോ, ഇപ്പൊ ഇതെങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു? ഫിറോസിക്കാ ബ്രെഡും പഴം കളയല്ലേ കേട്ടോ. 4 ദിവസം കഴിക്കാനുള്ളോ? അത് മറ്റേ ഒരു മാസം മറ്റേ അടുത്ത പരിപാടിയല്ലേ?
ഷവർമ്മ വെച്ച് തന്നു. അൻസർ എന്ത് ചെയ്യുന്നു? ഞാൻ ആക്ച്വലി ഒരു കമ്പനി വർക്ക് ചെയ്യാണ് ഇവിടെ അബുദാബിയിൽ. അൻസർ നല്ല മിമിക്രിക്കാരനാണ്. നാട് എവിടെയാണ്? നാട് വെഞ്ഞാറോട് തന്നെ. നമ്മളൊക്കെ എൻ്റെ ഗുരുവാണ് ഇത്. എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? സംഭവം വളരെ ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞത്, കാരണം പുള്ളിക്കാരൻ എന്നെ ഇടയ്ക്ക് പ്രോഗ്രാംസിനൊക്കെ വിളിക്കും. ഈ സംഭവം ആഡ് ഫിലിമിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഓക്കെ, വേറെ പ്രത്യേകിച്ച് പറ്റിക്കൽ പരിപാടിയാണെന്നൊന്നും തോന്നിയില്ല. അല്ല, ഞാൻ എന്ത് ഷോട്ട് ചെയ്തിട്ട് അത് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നിയായിരുന്നു. ഇതെന്തോ കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഈ സ്ക്രിപ്റ്റ് പല രീതിയിൽ മാറുന്നു. ആദ്യം മണിയടി തൊഴുവ്, പിന്നെ തൊഴുവണ്ട, പിന്നെ ഇവിടെ വന്നിട്ട് ബീഡി കുറ്റിയിട്ട് അവിടെ നിൽക്കേണ്ട ഇങ്ങോട്ട് മാറി, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് അപ്പോഴേ ചെറിയൊരു പണി. ഈ കാർഡ്ബോർഡ് വെച്ചപ്പോഴേ ഞാൻ ആദ്യം വിചാരിച്ച് ഇത് സംഭവം ഇത് ഒറിജിനൽ ആട് തന്നെയാണ്. കാരണം സർപ്രൈസ് കൊടുക്കുന്ന സംഭവമല്ലേ, കാർഗോയാണ്. ഏതെങ്കിലും ഒരു സംഭവം ഇനി അവര് ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റിയിട്ട് സെറ്റപ്പ് ചെയ്യുമെന്നാ ഞാൻ അമേരിക്ക വിചാരിച്ചു. അമേരിക്ക ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് എന്തായാലും പെട്ടു. അതൊന്നും പേടിച്ചൊന്നുമില്ല. ഇല്ല, നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എല്ലാരും ഇറങ്ങി ഓടിക്കളഞ്ഞു. കുറെ നേരം കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, ഫിറോസിക്ക. അതല്ല, എൻ്റെ അടുത്ത് പറഞ്ഞത് അറബിയുടെ വീടാണ്, വേറെ വല്ല പ്രശ്നമായി കഴിഞ്ഞാൽ മാത്രമായല്ലോ പെട്ടിക്കത്തായി ഓടിക്കളഞ്ഞിടന്ന് വിചാരിച്ചല്ലേ. അപ്പൊ എന്തായാലും ഇത്തരം ഒരു പരസ്യത്തിൽ പങ്കെടുക്കാൻ പറ്റിയൊരു സന്തോഷം. പിന്നെ നിങ്ങളുടെ ഒരു സൗഹൃദം ഇതുപോലെ തന്നെ കുറെ കാലം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് ഇറ്റ് ഈസിയുടെ വക ഒരു ചെറിയ സമ്മാനം. Ba-ba-ba-ba-ba-ba-ba